നമുക്കിപ്പോ ഒരു സ്ഥാനാർത്ഥിയോട് വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കൂടി വരികയാണ്. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ വാക്ക് തന്നായിരുന്നു ഷോക്കിടയിൽ പല സ്ഥാനാർത്ഥികളും കടന്നു വരുമെന്ന് പത്മിനെ നേരത്തെ കണ്ടു. ഒരാൾ കൂടി നമുക്ക് എത്തിയിട്ടുണ്ട്. ആരാണ്? പേരെന്തായിരുന്നു? പാർവതി. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? ഗൗരീശവട്ടം വാർഡിലെ LDF സ്ഥാനാർത്ഥി. പാർവതി ഒരു മാധ്യമ പ്രവർത്തക കൂടിയാണ് എന്നുകൂടി എടുത്തു പറയേണ്ടത്. സ്പെഷ്യൽ കാൻഡിഡേറ്റ് ആണ്. ഞാൻ ദേശാഭിമാനി ഓൺലൈനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നേരത്തെ കൈരളിയിലുണ്ടായിരുന്നു, പല ഓൺലൈൻ ചാനലുകളിൽ. എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്? ഞാൻ ഗൗരീശവട്ടം വാർഡ് പ്രദേശങ്ങളിലെ DYFI പ്രവർത്തകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊതുപ്രവർത്തനം ഒരു പുതിയ കാര്യമായി തോന്നിയില്ല. പാർട്ടി തീരുമാനിച്ചു, ഏറ്റെടുത്തു. എങ്ങനെയുണ്ട് ഒരു പോരാട്ടം? എങ്ങനെയുണ്ട്? ആളുകളെയൊക്കെ കണ്ടപ്പോൾ എന്താണ് ഫീല്? ഒരു പുതിയ കാര്യമായി തോന്നുന്നില്ല. പലരും എനിക്കറിയുന്നവർ തന്നെയാണ്. വാർഡ് പ്രദേശത്തെ ഒരു 75% അല്ല, കൂടുതൽ ആളുകൾക്കും എന്നെ അറിയാം. പലരും കാണുമ്പോൾ കയറിയിരിക്കുന്നില്ലേ, കഴിക്കാതെ പോവുകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ പരിചിതമായ സ്ഥലവും പരിചിതമായ മുഖങ്ങളുമാണ്. എന്തായാലും അത് തന്നെയാണ് ഒരു പ്ലസ് പോയിന്റും. അതെ, തീർച്ചയായും. നേരത്തെയും ഇതുപോലെ DYFI പ്രവർത്തനത്തിന്റെ ഭാഗമായും കോവിഡ് സമയത്തും അല്ലാതെയൊക്കെ പല വീടുകളിലും പോകേണ്ട ആവശ്യം വന്നിരുന്നു. പലരെയും കണ്ടിരുന്നു, പലരെയും സഹായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് ആളുകൾ ഓർക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രചാരണം? ഒരു സെക്കൻഡ് ഫേസിലോട്ട് എത്തിയോ? അങ്ങനെ നടന്നു വരുന്നു. റൗണ്ട് എല്ലാ വോട്ടർമാരെയും കാണാൻ കഴിഞ്ഞു. 1-2 ആൾക്കാർ സ്ഥലത്തില്ല, കുറച്ച് ആൾക്കാർ സ്ഥലത്തില്ല. എല്ലാവരും ഇപ്പോൾ വിദേശത്തൊക്കെയാണല്ലോ. മാധ്യമപ്രവർത്തകയായിരുന്നു. പെട്ടെന്ന് പാർട്ടി ഒരു ഒരവസരം തരുന്നു. അങ്ങനെ മാധ്യമപ്രവർത്തന മേഖലയിൽ നിന്ന് പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവം എന്തായിരുന്നു? അങ്ങനെ പെട്ടെന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതല്ല. നേരത്തെ തന്നെ DYFI പ്രവർത്തകയാണ്. അപ്പോൾ നാട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സമയമുള്ള സമയത്ത്, ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, എന്നാലും ബാക്കി സമയങ്ങളിലും ഇതുപോലെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലെ ഹൃദയപൂർവ്വം അപ്പോൾ അത് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ മെഡിക്കൽ കോളേജ് മേഖലാ കമ്മിറ്റി ആയിരുന്നു DYFIയുടെ. അപ്പോൾ മേഖലാ കമ്മിറ്റിയാണ് പ്രധാനമായിട്ടും അത് ഏറ്റെടുത്ത് നടത്തിയത്. ആ സമയം തൊട്ട് 17 തുടങ്ങിയത്. അപ്പോൾ ആ സമയം തൊട്ട് തന്നെ സജീവമായി ഉണ്ട്. പിന്നീട് ഞങ്ങളിപ്പോൾ കുമാരപുരം മേഖലാ കമ്മിറ്റിയായി. അപ്പോൾ എന്നാലും തൊട്ടടുത്ത മേഖലാ കമ്മിറ്റി എന്ന നിലയിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം മുന്നിൽ തന്നെ ഉണ്ട്. ഗൗരീശപട്ടണം നിലവിൽ LDFന്റെ സിറ്റിംഗ് വാർഡാണോ അതോ? ഗൗരീശപട്ടണം പുതിയ വാർഡാണ്, പുതിയതായി രൂപീകരിച്ച വാർഡ്. പുതിയ വാർഡിലെ പുതിയ കൗൺസിലറായി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എങ്ങനെയാണ് ആളുകളിലേക്ക് വോട്ടർമാരിലേക്ക് എത്തുമ്പോൾ അവരെങ്ങനെയാണ് ഒരു കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ടോ? അവരുടെ ഒരു സ്വീകരണം, സമീപനം ഒക്കെ? അതെ, തീർച്ചയായും. മിക്കവരും അറിയുന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് വാർഡ് പ്രദേശം പ്രധാനമായിട്ടും മെഡിക്കൽ കോളേജ് വാർഡിന്റെ ഭാഗങ്ങളും പട്ടം വാർഡിന്റെ ഭാഗങ്ങളും പിന്നെ നന്തങ്കോട് കുന്നുകുഴി വാർഡിന്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെയാണ് ഉള്ളത്. അടുത്ത് മെഡിക്കൽ കോളേജ് വാർഡ് 10 വർഷമായിട്ട് LDFന്റെ കൗൺസിലറാണ്. പട്ടം വാർഡിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ PK രാജുവാണ് കൗൺസിലർ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും വികസന പ്രവർത്തനങ്ങൾ ആൾക്കാരെ വളരെയധികം സന്തോഷത്തിലാണ്. സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ് ആളുകൾ, വോട്ടർമാർ ഹാപ്പിയാണ്. അത് വോട്ടായി മാറുമെന്ന് തന്നെ കരുതുന്നു. അതെ, തീർച്ചയായും. ഇതിന്റെ കലാമേഖലയിലൊക്കെ ചെറുതായിട്ടെന്തോ കയ്യപ്പോൾ ഉണ്ടോ? ഇല്ല, കലയൊന്നുമില്ല. പാട്ടുപാട് അങ്ങനെ പരിപാടികളൊന്നുമില്ല. ആങ്കറിംഗ് ഉണ്ടായിരുന്നു അല്ലേ? ആങ്കറിംഗ് ഉണ്ട്. ഞാൻ ആങ്കർ ആയിരുന്നു. പിന്നെ ഓൺലൈൻ വീഡിയോ പ്രൊഡ്യൂസർ ആയിരുന്നു. എന്തായാലും മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിന്നൊരു ജനപ്രതിനിധിയാകാൻ പോവുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ആദ്യം എല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങള് പിന്നെ നാട്ടിൽ നിന്നായിരിക്കും വോട്ടെണ്ണലിന്റെ സമയം കേൾക്കുക. അപ്പോൾ ഈ ഗൗരീശപട്ടണത്ത് ആരാ ജയിച്ചതെന്ന് കൃത്യമായി അന്ന് നോക്കും. ഞങ്ങൾ വിളിക്കും, ആശംസകൾ നേരും. അപ്പോൾ ഒരു വിജയാശംസകൾ നേരാൻ കഴിയട്ടെ അല്ലേ? ശരി, താങ്ക് യു.